സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒടുവിൽ വിജയം KRKയ്ക്ക് തന്നെ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇന്ത്യൻ സിനിമാ ലോകത്ത് തന്നെ ഉയർന്നു കേൾക്കുന്ന പേരാണ് KRK. മോഹൻലാൽ ഭീമനാകുന്നതിനെ പരിഹസിച്ച് മലയാളികളുടെ ട്രോളുകൾക്കും ചീത്തവിളിക്കും വിധേയനായ ബോളിവുഡ് നിരൂപകൻ. ശരിക്കും എന്തായിരുന്നു മോഹൻലാലിനെ പരിഹസിച്ചതിലൂടെ KRK ലക്ഷ്യം വെച്ചത്? അതറിയാൻ KRK ഇതിനു മുമ്പ് സൃഷ്ടിച്ച വിവാദങ്ങളിൽ കൂടി ഒന്ന് കടന്നു പോകണം. മുമ്പ് ബോളിവുഡിലെ കൊള്ളാവുന്ന ചിത്രങ്ങൾക്ക് മോശം നിരൂപണം നൽകിയാണ് ഇദ്ദേഹം വിവാദങ്ങളിൽ ചാടിയതും പ്രശസ്തി ആർജിച്ചതും. അതിനു മുമ്പും നടനായി ഇദ്ദേഹത്തിന്റെ അഭിനയം ബോളിവുഡ് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. ഇനി കാര്യത്തിലേക്ക് വരാം. പ്രശസ്തരായ പലരെയും അപമാനിച്ച് ശ്രദ്ധ ആകർഷിക്കുക എന്നത് ഇദ്ദേഹത്തിന്റെ വിനോദമാണ്. ഷാറുഖ് ഖാൻ, അജയ് ദേവ്ഗൺ തുടങ്ങി രജനികാന്ത് വരെ KRKയുടെ പരിഹാസത്തിന് ഇരയായിട്ടുണ്ട്. മോഹൻലാലിനെ പരിഹസിച്ചതിലൂടെ ഇദ്ദേഹം ലക്ഷ്യം വെച്ചത് തെന്നിന്ത്യയിൽ ശ്രദ്ധിക്കപ്പെടുക എന്നതായിരുന്നു. മലയാളിയുടെ പൊങ്കാല എല്ലാ മാധ്യമങ്ങളും വാർത്തയാക്കിയതോടെ അയാൾ അത് സാധിച്ചു. ഇപ്പോൾ KRK അറിയാത്ത മലയാളികൾ ചുരുക്കം. ഇനി പറ, ആരാ ജയിച്ചത്? ശരിക്കും KRK എന്താണ് ഉദ്ദേശിച്ചത്? ആ ആഗ്രഹം അദ്ദേഹം സാധിച്ചെടുത്തു. പക്ഷേ ഒരു കാര്യത്തിൽ മോഹൻലാലിനും മലയാളിക്കും അഭിമാനിക്കാം. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ താരം എന്ന് വിശേഷിപ്പിക്കുന്ന തലൈവർ രജനികാന്തിനെ പരിഹസിച്ചപ്പോൾ പോലും ഉണ്ടാക്കാത്ത ആക്രമണമാണ് മോഹൻലാലിനെ തൊട്ടപ്പോൾ KRKയ്ക്ക് നേരിടേണ്ടി വന്നത്. ഒപ്പം മല്ലു സൈബർ സോൾജേഴ്സിന്റെ ഹാക്കിങ്ങും KRKയ്ക്ക് 8ന്റെ പണി കൊടുത്തു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.